സ്നേഹമുള്ള അധ്യക്ഷൻ മുഹമ്മദ് സാഹിബ്, പ്രിയപ്പെട്ട KT അമാനുള്ള, CP സെയ്ദലവി സാഹിബ്, അബ്ദുറഹ്മാൻ രണ്ടത്താണി, പ്രിയപ്പെട്ട സൂറ മമ്പാട്, ഈ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ശിഹാബ് തങ്ങൾ അനുസ്മരണം, അതോടൊപ്പം ദേശീയ സെമിനാർ, വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ശിഹാബ് തങ്ങളുടെ ദർശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ നമ്മളെടുത്തു നോക്കിയാൽ അദ്ദേഹം എപ്പോഴും മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശാലമായ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത് തന്നെ മനുഷ്യത്വമാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാതിരസ്വൈവം ഹ തത്വം വേത്തി കോപിന. മനുഷ്യന് എപ്പോഴും മനുഷ്യത്വമായിരിക്കണം ജാതി, ഗോക്കൾക്ക് ഗോത്വം എന്ന പോലെ. ആ തത്വത്തെ ഉയർത്തിപ്പിടിച്ച് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജാതി എന്ന് പറയുന്നത് മനുഷ്യത്വമാണ് എന്ന് ഈ ലോകത്ത് വിളംബരം ചെയ്തിട്ടുള്ള ഒരു പേരേത് എന്ന് ചോദിച്ചാൽ അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്, അദ്ദേഹം അതിശക്തമായി ഈ മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജിയെ വിശകലനം ചെയ്യുകയും അതിൻ്റെ പലപ്പോഴുമായിട്ടുള്ള മനുഷ്യത്വരാഹിത്യം ബോധ്യപ്പെടുകയും അതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മുടെ സംസ്ഥാന സമിതിയിൽ തന്നെ ഈ കമ്മ്യൂണിസത്തെ അദ്ദേഹം തലനാഴ കീറി വിശകലനം ചെയ്തൊരു സന്ദർഭം എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയത്തിന് ശിഹാബ് തങ്ങളുടെ ദർശനവുമായി വലിയ ബന്ധമുണ്ട്. ദിശ നഷ്ടപ്പെടുന്ന ഇന്ത്യൻ ഇടതുപക്ഷം. സത്യത്തിൽ ഇടത് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അത് ഇന്ന് നമ്മൾ കാണുന്ന കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇടതുപക്ഷമല്ല. CPI, CPM തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളടങ്ങുന്ന ഒരു ഇടതുപക്ഷമല്ല. സത്യത്തിൽ ഈ ഇടത് എന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയിൽ ഇടത് ഭാഗത്തിരുന്ന ആളുകൾ അവർ അന്ന് നിലനിന്നിരുന്ന പാരമ്പര്യ പ്രഭുത്വത്തിനെതിരെ നിൽക്കുകയും ഒരു സെക്കുലറൈസേഷൻ ഉണ്ടാകണം എന്നാഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള പക്ഷമാണ് ഇടതുഭാഗത്തിരുന്നതെങ്കിൽ
വലത് ഭാഗത്തിരുന്നവർ ആ പുരാണമായിട്ടുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ പ്രഭു രാജ വാഴ്ചയെ അനുകൂലിക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ കാലക്രമത്തിൽ പിന്നീട് അമേരിക്കയിലെ ലിബറലിസം ഇതിനൊക്കെ ഇടതുപക്ഷം ഇടത് എന്ന പേര് വിളിച്ചു തുടങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ക്രിട്ടിക്കൽ ക്യാപിറ്റലിസത്തിനെതിരെ ഈ ക്രിട്ടിക്കലായി നിൽക്കുന്ന ഒരു സംഖ്യയെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ തുടങ്ങി. അതിൽ സിൻഡിക്കലിസം, കമ്മ്യൂണിസം, മാർക്സിസം ഇതെല്ലാം അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൾച്ചറൽ ലിബറലിസത്തെയും കൂടി ഇടതുപക്ഷം എന്ന് വിളിക്കുന്ന ഒരു കാലമായി മാറിയിപ്പോൾ. അതായത് ഇപ്പോൾ LGBT എന്ന് പറയുന്ന മൂവ്മെൻറ്റിനെ, പരിസ്ഥിതിവാദത്തെ, സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെ, ഫെമിനിസത്തെ ഒക്കെ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ചേരിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സത്യത്തിൽ ഇടതുപക്ഷം, ഇടത് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഈ പറയുന്ന സാമൂഹ്യ ഹയറാർക്കി, സോഷ്യൽ ഹയറാർക്കി അതിനെ തകർത്തുകൊണ്ട് സോഷ്യലായിട്ട് ഒരു ഇക്വാലിറ്റി ഉണ്ടാവുക എന്നാഗ്രഹിക്കുന്നതിനെയൊക്കെ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ അടുത്ത് ദാമോദർ പ്രസാദ് എഴുതിയിട്ടുള്ളൊരു ലേഖനത്തിൽ അദ്ദേഹം ഒരു സത്യസാഗർ എന്ന് പറയുന്ന വലിയ ആക്ടിവിസ്റ്റ് എഴുതിയിട്ടുള്ളൊരു കാര്യം എടുത്തുദ്ധരിക്കുന്നുണ്ട്. ആക്ടിവിസ്റ്റ് അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ലേഖനത്തിൻ്റെ ഒരു പേരെന്നെ ഫിയർ ആൻഡ് ഹോപ്പ് എന്നാണ്. ഫിയർ ആൻഡ് ഹോപ്പ് ദി പോസ്റ്റ് ജൂൺ 4 എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. അപ്പോൾ പോസ്റ്റ് ജൂൺ 4 ശേഷം ഫിയറിൽ നിന്നും ഹോപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ആ ലേഖനം എഴുതുന്നത്. അതാണ് ദാമോദർ പ്രസാദ് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നത്, ശരിയായ വിവക്ഷയിൽ ഇന്ന് നമ്മൾ പറയുന്ന ഇടതുപക്ഷത്തെ മാറ്റി നിർത്തിയിട്ടുള്ള വിവക്ഷയിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇടത് നിലപാടെടുത്ത് രാജ്യത്ത് നിലകൊള്ളുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. കാരണം രാഹുൽ ഗാന്ധി 3 കാര്യങ്ങൾ ഒരേ സമയം ചെയ്തു എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഒന്ന്, ഈ സ്വത്ത് വിഭജിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന നിലപാട് അദ്ദേഹം എടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരം അദാനി എന്ന് പറയുന്നൊരു വ്യക്തിയെ മാത്രമാണ് പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും അതെല്ലാം അദ്ദേഹം പ്രാധാന്യം കൊടുക്കാതെ അദാനി എന്ന് പറയുന്ന ആ പൊക്കിൾ കൊടിയിലാണ് അദ്ദേഹം എപ്പോഴും കുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ സമ്പത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. രണ്ടാമത്തത്, അദ്ദേഹം ഏറ്റവും അധികം എടുത്തുദ്ധരിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ജാതി സെൻസസ് ഉണ്ടാകണം എന്ന നിലപാട്. ജാതി സെൻസസിന് വേണ്ടി അദ്ദേഹം ശക്തമായി വാദിച്ചു. മൂന്നാമത്, ഭരണഘടന നിലനിൽക്കണം എന്നാഗ്രഹിച്ചു. അപ്പോൾ ഈ ഭരണഘടന നിലനിൽക്കണം എന്ന് കൃത്യമായി ആഗ്രഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കയ്യിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ സൂചിപ്പിച്ച സത്യസാഗർ എന്ന് പറയുന്ന ആ ആക്ടിവിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്,
മൂന്ന് പേര് ഒരേപോലെ സമന്വയിച്ച് ആരിലേക്കെങ്കിലും അവരുടെ ഈ ത്രിമൂർത്തികൾ ആയിട്ടുള്ള മൂന്നാളുകളുടെ ചിന്തകളെ സ്വാംശീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയക്കാരൻ രാഹുൽ ഗാന്ധിയാണ്. ആ മൂന്ന് പേരാരാണ്? ഒന്ന് മാർക്സ്, രണ്ട് പെരിയാർ, മൂന്ന് അംബേദ്കർ. മാർക്സ് എന്ന് പറയുന്ന പേര് വരാൻ കാരണം ഈ സ്വത്തുക്കൾ വീതിച്ചു കൊടുക്കണം എന്ന് പറയുന്നൊരു നിലപാടെടുത്തതുകൊണ്ടാണ്. അത് വികേന്ദ്രീകരിക്കപ്പെടണം എന്നുള്ളത്. പിന്നോക്ക വിഭാഗത്തിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടി നിന്നു എന്നതുകൊണ്ട് പെരിയാർ, കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി ശബ്ദിച്ചു എന്നതുകൊണ്ട് അംബേദ്കർ. ഈ മൂന്ന് പേരും ഒരേപോലെ രാഹുൽ ഗാന്ധിയിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അപ്പം നമ്മൾ ഈ ഇടതുപക്ഷം എന്ന് പറയുമ്പം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇടതുപക്ഷം എന്ന് പറയുന്നത്, കാരണം എന്താണെന്ന് പറയുക, അത് ദാമോദർ പ്രസാദിനെ പറയുന്നുണ്ട്. അതൊരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തതുകൊണ്ടാണ്. അതൊരു പകർപ്പവകാശം പോലെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. അതിലൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട് എന്ന രീതിയിൽ അവർ പെരുമാറുന്നത് കൊണ്ടാണ്. എന്നാൽ നോർമേറ്റീവ് ആയി ഇടതുപക്ഷം എന്ന് പറയുന്നതിൻ്റെ ഏഴയലത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നാണ് ദാമോദർ പ്രസാദിൻ്റെ വീക്ഷണം. അപ്പോൾ സത്യത്തിൽ മാർക്സിസം പറഞ്ഞിട്ടുള്ളത് കാസ്റ്റ് എന്നതിനെ മാറ്റി നിർത്തി ക്ലാസ്സിലേക്ക് പോകണമെന്നാണ്. അതായത് ജാതീയമായ ചിന്തകളല്ല, വർഗ ചിന്തകളാണ് വേണ്ടത് എന്നതാണ് മാർക്സിൻ്റെ ഒരു തിയറി. പക്ഷേ ഇന്ന് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ അടിസ്ഥാന വർഗം എന്ന് പറയുന്ന ഒന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിഘണ്ടുവിലില്ല. പ്രോലിറ്റേറിയൻ എന്ന് പറയുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള പ്രോലിറ്റേറിയൻ എന്ന് പറയുന്നത് സമൂഹത്തിലില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ നിഘണ്ടുവിൽ അതില്ല. അവർ മാർക്സ് എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാസ്റ്റിലാണ് അവരിപ്പോഴും നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം ഈ മാർക്സിസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിസം ഉണ്ടായത് തന്നെ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ എം എൻ റോയിയെക്കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയാം? നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നാണ്. അദ്ദേഹം ഒരു തീവ്ര ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം ആദ്യം സംഘടിപ്പിച്ച ഒരു സംഘടനയുടെ പേര് അനുശീലൻ സമിതി എന്നാണ്. അനുശീലൻ സമിതിയിൽ അംഗമാകണമെങ്കിൽ ഭഗവത്ഗീത ഒരു കയ്യിലും ഊരിപ്പിടിച്ച വാള് മറ്റേ കയ്യിലും വെച്ചുകൊണ്ട് മാത്രമേ പ്രതിജ്ഞ ചെയ്യാൻ പറ്റൂ. ആ പ്രതിജ്ഞയിൽ പ്രധാനം ഹിന്ദു രാഷ്ട്രമുണ്ടാകണം എന്നുള്ളതാണ്. അതിനകത്ത് ഒരു മുസ്ലിമിനെയോ കീഴാളനെയോ അംഗമാക്കാൻ പാടില്ല എന്നൊരു തീരുമാനവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള സർക്കുലറുകൾ ഈ പറഞ്ഞിട്ടുള്ള അനുശീലൻ സമിതി കൊടുത്തുകൊണ്ടേയിരുന്നിട്ടുണ്ട്. അതിലെ അംഗമായിരുന്നു ഈ എം എൻ റോയ്. അദ്ദേഹമാണ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഏറ്റവും അധികം ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ ഹയറാർക്കി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. ആ മാർക്സിസത്തിന് നേരെ വിരുദ്ധമായി സോഷ്യൽ ഹയറാർക്കി നിലനിൽക്കണം എന്നാഗ്രഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് 1920 ഒക്ടോബർ 17 താഷ്കന്തിൽ വെച്ച് ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത്. അതിലൊന്ന് എം എൻ റോയ് ആയിരുന്നു. പിന്നെ ഒന്ന് എൽവിനോ റോയാണ്. പിന്നെ ആബനി മുഖർജി, BNP ആചാര്യ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ആ കമ്മിറ്റിയിലുണ്ടായത്. ഇതെല്ലാം ബ്രാഹ്മണന്മാരായിരുന്നു.
അപ്പോൾ കീഴാള വിഭാഗം എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ ഇന്ത്യയിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടക്കം മുതൽ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയില്ല. ഇപ്പോൾ BRP ഭാസ്കർ ഇത് ഒരു ബിശ്വാസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ള പുസ്തകം ഉണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ബ്രാഹ്മിൺ മാർക്സിസം എന്നാണ്. ആ ബ്രാഹ്മിൺ മാർക്സിസത്തിൻ്റെ ആമുഖം എഴുതിയിട്ടുള്ളത് BRP ഭാസ്കർ. അപ്പോൾ BRP ഭാസ്കർ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. കോൺഗ്രസ്സിലായിരുന്നപ്പോൾ AK ഗോപാലനും കൃഷ്ണപിള്ളിയുമൊക്കെ അന്നത്തെ വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവർ കമ്മ്യൂണിസത്തിൽ വന്ന ശേഷം ജാതി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിലും ഇവരുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. VT പട്ടതിരിപ്പാട് അന്ന് വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് EMS പതുക്കെ ആ ഒരു മുന്നേറ്റത്തിലൊന്നും വരാതിരിക്കാൻ വേണ്ടി നേരെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരികയാണ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന മുതൽ ആ കാലം മുതൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടെന്താണ്? സാമുദായിക സംവരണത്തിനെതിരെ നിൽക്കുകയും സാമ്പത്തിക സംവരണം വേണം എന്ന് ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ള, അതായത് സോഷ്യൽ ബാക്ക്വേർഡ്നെസ് അല്ല, എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന ഇവിടുത്തെ സവർണ വിഭാഗത്തിൻ്റെ അതേ തത്വത്തെ ഉയർത്തിപ്പിടിച്ച, പിന്നീട് കാലങ്ങൾക്ക് ശേഷം BJP അതേ നിലപാടെടുത്തത് യാഥാർത്ഥ്യമാക്കുമ്പോൾ EMS എന്ന് പറയുന്ന ആ വ്യക്തിയോടാണ് BJP കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ വിഷയങ്ങളെടുത്ത് നോക്കുമ്പോഴും പിന്നീട് വന്നിട്ടുള്ള ഓരോ ഇപ്പോൾ ത്രിപുരയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ, അവരുടെ പെർസെൻറ്റേജ് 30% 17% ഷെഡ്യൂൾ കാസ്റ്റാണ്, ഷെഡ്യൂൾ ട്രൈബാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഏത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെയാണ് ത്രിപുരയിൽ ഇവർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്? ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ അത് ചോദിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ആ സമയത്ത് ഇവർ ഈ തത്വം എടുക്കും, കാസ്റ്റല്ല ക്ലാസ്സാണ് ഞങ്ങളുടെ വിഷയം. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ ഇവർ വർഗം എന്ന് പറയുന്ന ഒന്നിനെ വിവക്ഷിക്കും. എന്നാൽ യാഥാർത്ഥ്യമായി നോക്കിക്കഴിഞ്ഞാൽ ഈ കാസ്റ്റിനെ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. നമ്മൾ കേരളത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ നമുക്കറിയാമല്ലോ. ഇപ്പോൾ പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് എന്താണ്? ശരിക്കും സോഷ്യൽ എൻജിനീയറിംഗ് എന്നാണ് അതിന് അദ്ദേഹം ഇടുന്ന പേര്, സോഷ്യൽ എൻജിനീയറിംഗ്. പക്ഷേ അസൽ കാസ്റ്റ് കളിക്കുന്ന തിരഞ്ഞെടുപ്പുകളായിരുന്നു ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളൊക്കെ. അത് ന്യൂനപക്ഷത്തിന് വേണ്ട സമയത്ത് ന്യൂനപക്ഷത്തിന് ഉപയോഗിക്കും, ഭൂരിപക്ഷത്തിന് വേണ്ട സമയത്ത് ഭൂരിപക്ഷത്തിന് ഉപയോഗിക്കും. അതിൽ വർഗീയ വികാരങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തും. ഏറ്റവും കൂടുതൽ വർഗീയ കാർഡ് എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇപ്പോൾ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അന്നത്തെ CPI കൊടുത്തിട്ടുള്ള മൊഴിയുണ്ട്. ആ മൊഴിയിൽ പറയുന്നൊരു കാര്യം, അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കിയ മുസ്ലിം ലീഗ്, ഇതിൻ്റെ ഒരു വൈരാഗ്യം EMSന് ഉണ്ടായിരുന്നു എന്നാണ് അതിൽ പറയുന്നത്. മാത്രമല്ല ആഭ്യന്തര വകുപ്പും മുസ്ലിം ലീഗിന് കിട്ടി. അതിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനസംഘവുമായി ചേർന്നിട്ടാണ് വർഗീയ കലാപത്തിന് തിരികൊളുത്തിയത് എന്ന് CPI കൊടുത്ത മൊഴി വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. അവർ പള്ളികൾ ആക്രമിക്കുന്നതിന് മുൻകൈയെടുത്തു എന്നുണ്ട്. നമ്മൾ പറയുന്നല്ല, വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മുന്നിൽ CPI കൊടുത്തിട്ടുള്ള മൊഴിയാണ്. അത് അവസാനം അതിൻ്റെ കൺക്ലൂഷനിൽ, വിധേയത്തിൻ്റെ കൺക്ലൂഷനിൽ ഇത് വീണ്ടും എടുത്തുദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 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 മന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം മന്ത്രിയുടെ മതമേതാണ് എന്ന് നോക്കി രാഷ്ട്രീയം കളിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം.
അപ്പോൾ അവർ 1957 ഇന്ത്യയുടെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവായിരുന്നു AKG. അന്ന് 22 സീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് 33ആയി 2 തവണ, 1957-ലും 62-ലും. ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് 52-ൽ നടന്നപ്പോഴാണ് AKG പ്രതിപക്ഷ നേതാവാകും. പിന്നെ ഇവർ പിളർന്നപ്പോൾ ആദ്യം CPIക്കായിരുന്നു കൂടുതൽ സീറ്റ്. പക്ഷെ 53 സീറ്റ് വരെ ഇവരുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നാണ് പടവലങ്ങ പോലെ അത് 5-ലെത്തി നിൽക്കുന്നത്. കാരണം ഇത്രയും ഇപ്പം BJP എന്ന് പറയുന്ന A ടീമും മാർക്സിസ്റ്റ് പാർട്ടി എന്ന B ടീമിനെയും നോക്കുമ്പോൾ ഏറ്റവും നല്ലത് A ടീമാണെന്നുള്ള നിലക്കാണ് BJPക്ക്. ഇപ്പം നിങ്ങൾക്കറിയാം, BJP ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചിരിക്കുന്നത് മുഴുവൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഇവരുടെ ഏറ്റവും വലിയ സഖാക്കൾ അതിൽ നിന്നും ഊരി ഇങ്ങോട്ട് പോകുക. എന്നിട്ട് ഇവർ കോൺഗ്രസ്സാണ്, മറ്റവരാണ്, മറിച്ചതെന്ന് പറയുക. ശരിക്കും കോൺഗ്രസിൻ്റെ 1-2 വ്യക്തികൾ പോയേക്കാം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോവുകയാണെങ്കിൽ വേരോടുകൂടി പോകുന്നു മാത്രമല്ല, ഓഫീസ് അടക്കാൻ പോവുക. ബംഗാളിൽ കംപ്ലീറ്റ് ഓഫീസ് കാവി നിറം അടിച്ചിട്ട് നേരെ BJPയുടെ ഓഫീസായി മാറും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനം എങ്ങനെയാണ് നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്സിസ്റ്റ് ഇതിൽ ഞാൻ ആലോചിക്കുന്നത്, സത്യത്തിൽ കാറൽ മാർക്സ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഒരു എക്കണോമിക് ആൻഡ് ഫിലോസഫി മാനുസ്ക്രിപ്റ്റ് ഉണ്ട്, 1844 എഴുതിയുള്ള. അതിൻ്റെ 3rd മാനുസ്ക്രിപ്റ്റിൽ പറയുന്നുണ്ട്, കമ്മ്യൂണിസം ഈസ് ദി നെസസറി ഫോം ആൻഡ് ദി ഡൈനാമിക് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഇറ്റ് ഈസ് നോട്ട് ആസ് സച്ച് ദി ഗോൾ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ദി ഫോം ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. ഇത് തൊട്ടടുത്ത ഭാവിക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണ് ഈ കമ്മ്യൂണിസം. മാത്രമല്ല, അതിൻ്റെ അത്യാവശ്യ മാതൃകയും ചലനാത്മകതയും ഒക്കെ ഉള്ള തൊട്ടടുത്ത കാലത്തേക്ക് വേണ്ടി, ഓൺലി ഫോർ ദി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. അത് മാനവ വികാസത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ്. കാറൽ മാർക്സ് തന്നെ തൊട്ടടുത്ത ഭാവിക്ക് വേണ്ടി മാത്രമുള്ളൊരു സാധനമെന്ന് പറയുന്നതിനെ നമ്മൾ കാലാകാലം നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞു. അതിൻ്റെ അന്ത്യകൂദാശ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിലമ്പൂരിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്, അതാണ് തവനൂരിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്, അതാണ് ഇനി വരാനിരിക്കുന്ന ഓരോ MLA-മാരിൽ നിന്നും. ഇപ്പോൾ എന്തിനധികം കൊടുവള്ളിയിൽ നിന്ന് റസാക്ക് വരെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എല്ലാ ഞാഞ്ഞൂലുകൾക്കും വിഷം വെച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു വ്യക്തി, ഞാൻ അസംബ്ലിക്കകത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഈ പോലീസിൽ RSS ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അനി രാജയാണ് അത് ആദ്യം പ്രഖ്യാപിച്ചത്. പോലീസ് RSSൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അത് പിന്നെ കൈരളി TV-യിൽ വന്നിട്ട് പറഞ്ഞത്, അന്ന് ശംഷീർ MLA ആയിരുന്നു, സ്പീക്കറല്ല. അദ്ദേഹവും പറഞ്ഞു പോലീസിൽ RSS ഉണ്ട്. ഞാനത് അസംബ്ലിയിൽ പറഞ്ഞു. തത്വമസി എന്ന് പറയുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇവിടുത്തെ SP-മാരും അതുപോലെ തന്നെ DYSP-മാർ അടക്കമുള്ളവർ കന്യാകുമാരിയിൽ പോയി അവിടുത്തെ ശിബിരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ അറിയിച്ചു. എനിക്കതിനൊരു മറുപടി തരുമോ എന്ന് ചോദിച്ചിട്ട്, ഇതുവരെ അത് ഇല്ല എന്ന് നിഷേധിക്കെങ്കിലും വേണ്ടേ? ഇല്ല എന്ന് നിഷേധിച്ചിട്ടില്ല, ഉണ്ടെന്ന് സമ്മതിച്ചിട്ടുമില്ല. പക്ഷേ ഓരോ ദിവസത്തെ സംഭവവികാസങ്ങളും ഈ അഡീഷണൽ DGP-യുടെ
ചെയ്തികളെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് ബോധ്യമാകുന്നു. മലപ്പുറം എസ് പിയെ പോലെയുള്ളവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നു ഇത് പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലല്ല. പിണറായി വിജയന് സുരക്ഷിതത്വം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടുത്തെ സംഘ് പരിവാറുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മേൽ അദ്ദേഹത്തിന് ഒരു ചൂണ്ടുവിരൽ നീട്ടാനുള്ള ശക്തിയില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പം ആകെ അവശേഷിക്കുന്ന ഒരാളുള്ളത് എവിടെയാണ്? മറ്റേത് രണ്ടും പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുള്ള എം പിമാരെന്ന് പറയുന്നത് അവിടെ DMK ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. കോൺഗ്രസ് അടക്കമുള്ള മുന്നണിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഏതെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ലാതെ ഒറ്റയ്ക്ക് ജയിച്ചു എന്ന് പറയാൻ ഇവിടെയില്ല. ഇവിടെ ഒറ്റക്കല്ലല്ലോ. ഇവിടെ 10-12 പ്രസ്ഥാനത്തിനുള്ള ഒരു മുന്നണിയിൽ ഒരു മാർക്സിസ്റ്റ് MLA ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം MLA എന്ന് അവകാശപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തിനാണ് ഒരു പൂരം കലക്കിയത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് പൂരം കലക്ക്. ആർക്ക് വേണ്ടിയായിരുന്നു ആ പൂരം കലക്കൽ? ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ പോലീസ് ഇടപെടലുകളും ആർക്കനുകൂലമായിട്ടാണ്? RSSകാർ നടതള്ളുന്ന പോലെ ഒരു മുസ്ലിം സംഘടനയുടെ പ്രതിനിധികളെ തലക്കടിച്ച് പോലീസ് സ്റ്റേഷൻ വരെ എത്തിച്ചിട്ട് അവിടെ അറസ്റ്റ് ചെയ്തത് ഈ അടി കൊണ്ടവരെയാണ്, അല്ലാതെ അടിച്ച RSSനെ അല്ല. അത് ചോദ്യം ചെയ്തപ്പോൾ പിണറായി വിജയൻ പറയുന്നത് നിങ്ങൾ RSSന് വഴിമരുന്നിട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. അപ്പോൾ ഈ രാജ്യത്ത് എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ജാതി ഒരു വരണ്യവർഗ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടൊരു പ്രസ്ഥാനത്തിന് ഇങ്ങനെയാകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് സ്വാഭാവികമായ ഒരു പരിണാമം ഉണ്ടാകും. അതുകൊണ്ട് ത്രിപുരയിൽ തീർന്ന, ബംഗാളിലൊക്കെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം അന്നത്തെ ഇസ്രായേൽ അംബാസിഡറുമായിട്ട് ചർച്ച ചെയ്ത് ഇസ്രായേലുമായി അവിടെ അഗ്രികൾച്ചറിൽ, ജലസേചനത്തിൽ, ശുദ്ധജല വിതരണത്തിൽ ഒക്കെ ധാരണയുണ്ടാക്കി കരാർ ഒപ്പുവെച്ചവരാണ്. ജസ്വന്ത് സിംഗും അദ്വാനിയും ഇസ്രായേൽ സന്ദർശിച്ചതിന് ശേഷം ആദ്യം അവിടെ ഒരു സംഘം 20 ആൾ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് ജ്യോതി ബാസുവാണ്. അന്നത്തെ വെസ്റ്റ് ബംഗാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ അടക്കമാണ് പോയിട്ടുള്ളത്. എന്നിട്ട് അന്ന് അവരുണ്ടാക്കിയ ധാരണയാണ് ഇന്നും വെസ്റ്റ് ബംഗാളിൽ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള പല വികസനങ്ങൾക്കും നാന്ദി കുറിച്ചിട്ടുള്ളത്. പുഷ്പകൃഷിക്ക് വരെ ഇസ്രായേലിൻ്റെ പണം അവരുപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് പിണറായി വിജയൻ പറയാണ് ഞങ്ങൾ ഗാസയുടെ കൂടെയാണ്. എന്നിട്ട് ബാക്കിയുള്ളവരോട് ചോദിക്കുക നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ എന്താ നിലപാട്? ഇങ്ങനെ എത്ര പ്രാവശ്യം നിങ്ങൾ ഇസ്രായേലുമായി നിങ്ങളുടെ ബന്ധം വെസ്റ്റ് ബംഗാൾ നിരന്തരം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അത് ജ്യോതി ബാസുവിൻ്റെ കാലഘട്ടത്തിലും ഭട്ടാചാര്യയുടെ കാലഘട്ടത്തിലും ഇസ്രായേൽ ബന്ധം വളരെ സുഗമമായി വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. നിങ്ങൾ കാണിക്കുന്നത് മുഴുവൻ ഒരു ഷോ വർക്കാണ്, കുറേ ഇവൻ്റുകളാണ്. സത്യത്തിൽ ഈ പിന്നെ പലസ്തീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവർ കാണിച്ച ഐക്യദാർഢ്യം അതൊരു ഇവൻ്റാണ്. ഇനി ഹേമ കമ്മിറ്റി ഒരു കോൺക്ലേവ് ഉണ്ടാക്കാൻ പോവുകയാണ്, അതൊരു ഇവൻ്റാക്കാൻ പോവുകയാണ്. ഇനി കോൺക്ലേവിൽ ഓരോരുത്തർ വന്നിട്ട് പറയാൻ പോവുകയാണോ ഇങ്ങനെ പിന്നെ പിണറായി വിജയനെ ഇരുത്തിയിട്ട് എനിക്കെന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്?
ഏതൊക്കെ വിഷയത്തെ, ഇപ്പോൾ കേരളീയം അത് ഒരു ഇവൻ്റാണ്, ജനസദസ്സുകളൊക്കെ ഇവൻ്റായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പെറ്റീഷൻ ഏത് ഓടയിലാണ് ഇട്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം അതിൻ്റെ മുകളിൽ ഒരു ആക്ഷൻ ഇതുവരെ ആർക്കും കിട്ടിയതായിട്ട് അറിയില്ലല്ലോ. ഇനി ഇവർക്ക് 18 മാസമേ ഉള്ളൂ. എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്? ഇനിയും ഒരു 5-6 ഇവൻ്റ് കൂടി നടത്താൻ പോവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രസ്ഥാനം ഇനിയിപ്പം ആകെ ഉണ്ട് എന്ന് പറയുന്ന ഈ കേരളത്തിൽ നിന്നും ഇതിനെ പിഴുതെറിയുന്ന തെരഞ്ഞെടുപ്പുകളാണ് ഇനി വരാനിരിക്കുന്നത് എന്നതാണ് നമുക്ക് സൂചിപ്പിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദിശ നഷ്ടപ്പെടുന്ന ഇന്ത്യൻ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ദിശ നഷ്ടപ്പെട്ട് അഗാധഗർത്തത്തിൽ വീണ് കഴിഞ്ഞു അവർ എന്നുള്ളതാണ് ഇതിൻ്റെ അന്തിമമായി നമുക്ക് പറയാൻ പറ്റുന്ന ഇതിൻ്റെ കൺക്ലൂഷൻ. ദിശ നഷ്ടപ്പെട്ട് പാതാളത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ട്. ഈ കൈ ഇങ്ങനെ മുഖ്യമന്ത്രി പൊക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് അദ്ദേഹത്തിൻ്റെ രക്ഷിക്കേണ്ട MLA-മാർ അദ്ദേഹത്തെ ഒന്നുകൂടി അതിലേക്ക് ആഴത്തിൽ താഴ്ത്താൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നൊരു കാലത്തിലാണ് ഈ ഒരു സെമിനാർ നടക്കുന്നത്. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കും.